പറക്കാൻ ഇഷ്ടമാണോ? ഒന്ന് പറന്നാലോ. ഫ്ലൈറ്റിലോ ഹെലികോപ്റ്ററിലോ ജെറ്റിലോ പാരച്യൂട്ടിലോ ഒന്നുമല്ല, പൈലറ്റ് പോലും ഇല്ലാതെ ഒറ്റയ്ക്കങ്ങ് പറക്കുക. ട്രെൻഡിങ് ഭാഷയിൽ ട്രോളന്മാർക്ക് ഇരയാവുക, ഏറി പോവുക. നമസ്കാരം, വീണിടം വിദ്യാക്കുന്നവൾ നിങ്ങളുടെ സ്വന്തം വിദ്യ. ഇന്നത്തെ കാലത്ത് നമുക്ക് പ്രേതത്തിനോ പാമ്പിനെയോ ഒന്നുമല്ല പേടി. രാവിലെ എണീറ്റ് ഫോൺ എടുക്കുമ്പോൾ ഏറിലായോ എന്നറിയുന്നതാണ്. റോഡിലെ ട്രാഫിക്കിനേക്കാളും തിരക്കാണ് ഇപ്പം ഏറിലെ ട്രാഫിക്. അതെങ്ങനെ? സെക്കൻഡിന് ഓരോന്ന് ഏറിലോട്ടങ്ങ് കയറി വരില്ലേ. ആജീവനാന്ത കാലം ഏറി തന്നെ സ്ഥിരതാമസമാക്കിയവരും ഉണ്ട്. പണ്ടൊക്കെ നമ്മൾ കൂട്ടുകാർക്കിടയിൽ നിന്ന് കുറച്ച് സംസാരിക്കുമ്പോൾ ഒരു വാക്കെങ്ങാനും സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ക്ലാരിറ്റി ഇല്ലായ്മയോ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വാക്കിൻ്റെ പേരിലായിരിക്കും ആജീവനാന്ത കാലം അവന്മാർ നമ്മളെ ഓർമ്മിക്കണമല്ലേ. അതിപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. പണ്ടത്തെ പോലെയല്ല, വളരെ കുറച്ച് കാലത്തേക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ എഡിറ്റ് ചെയ്ത് ഇടുന്ന വീഡിയോ അവന്മാർ വീണ്ടും എടുത്ത് ഏതാണ്ട് ചിരകിയ തേങ്ങയേറെ ചിരട്ട എടുത്ത് വെച്ച് വീണ്ടും ചിരകം പോലെ അതിനെ വീണ്ടും BGM ഇട്ട് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വീണ്ടും ഇട്ട് നമ്മളങ്ങോട്ട് ഏറിലോട്ട് അങ്ങോട്ട് കയറ്റി. എന്തെന്ന് പറയാം. ഇപ്പം നിമിഷ നേരം കൊണ്ടൊന്ന് പറക്കണമെങ്കിൽ ഒന്നും വേണ്ട, ഒന്നുകിൽ ഇടുക്കി ഗോൾഡ് അല്ലെങ്കിൽ ഏറി പോവുക. ഇനി അബദ്ധവശാൽ ഏറിൽ പോകുന്നവരും ഉണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ ഒരാൾ വരുമ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ട് ഷേക്കൻഡ് കൊടുക്കുകയാണ്. അവർ നമ്മളെ കാണാതെ പാസ് ചെയ്തങ്ങ് പോയെന്ന് വിചാരിച്ചു, അവിടെ തീർന്നു. ആരും കണ്ടില്ല എന്ന് നമ്മൾ വിചാരിച്ചാലും 1000 കണ്ണുകൾ കണ്ടു കഴിഞ്ഞാണ്. ആ അവതാരപ്പിറവിയുടെ പുതിയ പേര് ബേസിൽ യൂണിവേഴ്സിറ്റി എന്നാണ്. ഈ കണ്ടുപിടുത്തമൊക്കെ നടത്തിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ആ കണ്ടുപിടുത്തം നടത്തിയ സയൻറ്റിസ്റ്റിൻ്റെയൊക്കെ പേരെഴുതി ചേർക്കുന്ന പോലെ ചരിത്രത്തിൻ്റെ താളുകൾ ആ അബദ്ധം എഴുതി ചേർക്കപ്പെടുകയാണ്. സോഷ്യൽ മീഡിയയിലെ വധശിക്ഷ ഇപ്പോൾ വെരി സിമ്പിളാണ്. ഒരു നടൻ ഒരു ഇൻ്റർവ്യൂവിന് ഇരുന്നുകൊണ്ട് എനിക്ക് ചോറിനേക്കാൾ ഇഷ്ടം ബിരിയാണിയാണെന്ന് ഒന്ന് പറഞ്ഞു നോക്കിയേ. പിറ്റേന്ന് രാവിലെ നേരം വെളുക്കുമ്പോൾ ചോറ് കഴിക്കുന്ന ലക്ഷക്കണക്കിന് പാവപ്പെട്ടവരെയും കർഷകരെയും അപമാനിച്ച നടൻ. പണ്ട് കഞ്ഞി കുടിച്ചുകൊണ്ട് കിടന്നവനാ, അവനിപ്പോൾ പണവും പ്രശസ്തിയൊക്കെ വന്നപ്പോൾ പാവപ്പെട്ട ചോറിനെ അപമാനിച്ചു പോലും. ഇതിന് കമൻ്റ് ഇടുന്നവർ ബിരിയാണിയിലെ കോഴിക്കാലെടുത്ത് കടിച്ചു പറിച്ചുകൊണ്ടാണ് അല്പന അർത്ഥം കിട്ടിയെന്ന് ടൈപ്പ് ചെയ്ത് മെസ്സേജ്. ഇന്നത്തെ കാലത്ത് സത്യസന്ധമായി പെരുമാറാൻ പോലും പേടിയാണ്. റോഡിലൂടെ നടന്നു പോയപ്പോൾ ദാ കിടക്കണ ഒരു 2 രൂപ കുനിഞ്ഞതൊന്ന് എടുത്താൽ തീർന്നു. 4 സൈഡിൽ നിന്ന് 4 പേര് 4 ഫോണും കൊണ്ട് ഓടി വരും. ഒരു അപകടം നടത്തിയാലും കണക്ക് തന്നെയാണ്. എന്തിന് സ്വന്തം അച്ഛൻ ആശുപത്രിയിലാക്കിയിട്ട് ഡേ ഇൻ മൈ ലൈഫ് ഇൻ ഹോസ്പിറ്റൽ വിത്ത് ഡാഡി എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടവരും, കുടുംബത്തൊരു മരണം നടന്നപ്പോൾ ഒരുങ്ങി മരണത്തിന് പോകാൻ ഇറങ്ങിയിട്ട് വീഡിയോ ഇട്ടവരും ഒക്കെ ഉള്ള നാടാണിത്. എൻ്റെ കഴിഞ്ഞ ഏതോ ഒരു എപ്പിസോഡ് പൊളിറ്റിക്കൽ ഇഷ്യൂ കാരണം ഞാൻ ജസ്റ്റ് നേറിലോട്ട് പോയി പറന്ന് രസിച്ചുകൊണ്ടിരുന്നിട്ട് ജസ്റ്റ് താഴോട്ടൊന്ന് നോക്കിയപ്പോൾ ഉണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ എൻ്റെ അച്ഛൻ തുമ്മി നടക്കും. അന്നാണ് എനിക്കൊരു നഗ്ന സത്യം മനസ്സിലായത്. ഏറി പോകുന്നവർക്ക് ഭയങ്കര സുഖവും. സത്യം പറഞ്ഞാൽ അവരെ വീട്ടുകാർ, പ്രത്യേകിച്ച് അപ്പന്മാരാണ് സൂക്ഷിക്കേണ്ടത്. അച്ഛൻ്റെ തുമ്മൽ നിർത്തണമെന്നുണ്ട്, പക്ഷെ നാക്ക് സമ്മതിക്കേണ്ടത്. പിള്ളയെ പെത്ത് വെച്ചിരിക്കണം പിള്ളേ. എന്തോ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് കേരളത്തിലെ ഒരു പാലം 6-ന് കുറുകയല്ല, ഏറിന് കുറുകയാണ്. ചിലർ പിന്നെ തുനിഞ്ഞിറങ്ങിയ ഏറിലാവാതിരിക്കും. രാവിലെ നേരം വെളുക്കുമ്പോൾ ഒരു ഫോണും കൊണ്ട് ഇറങ്ങും. ഒരൊറ്റ ആൾക്കാരുടെ നേരെ പിടിച്ചൊരു ഫോട്ടോ അവരെ കാണില്ല. ഒന്നീ ആകാശത്ത് കയറ് കെട്ടി ഇറക്കിയതുപോലെ, അല്ലെങ്കിൽ തറയെ കിടന്ന് ട്രോളി വെച്ചെടുത്തതുപോലെ. ഇതൊക്കെ ഷൂട്ട് ചെയ്യണതും അത് 2-3 പ്രാവശ്യം കണ്ട് കമൻ്റ് ഇടുന്നതും തെറ്റല്ല. ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അവർ ഇറങ്ങി വരുന്ന അവരിട്ട വേഷത്തിലാണ് തെറ്റ് അല്ലേ. ഒരാൾ കാണിക്കാൻ വേണ്ടി ഇറങ്ങിയാൽ അത് കാണാതിരുന്നാൽ പോരെ. അല്ലാതെ ഒരാൾ കാണിക്കാൻ വേണ്ടി ഇറങ്ങി എന്ന് പറഞ്ഞ് ഓടിപ്പോയി കാണാൻ ഇത് തൃശ്ശൂർ പൂരമൊന്നും അല്ലല്ലോ. ഏറിൽ പോക്ക് പല വിധത്തിലുണ്ട്. ദേശീയ ഗാനം പാടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് നമ്മൾ പണ്ടേ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, ഇപ്പോഴും അത് അനുസരിക്കുന്നുണ്ട്. പക്ഷേ ദേശീയ ഗാനത്തിൻ്റെ ആദ്യത്തെ ലൈന് പാടിയപ്പോൾ തന്നെ നിൽക്കാൻ സമയമില്ലാതെ ഏറിപ്പോയവരുള്ള നാടാണിത്. അത് മാത്രമോ, ഫിലിം അവാർഡ് പ്രഖ്യാപിച്ചപ്പോഴും പിരിഞ്ഞു കിട്ടിയ ആകെ തുകയുടെ കണക്ക് ഏതാണ്ട് 9,99,893 രൂപ എന്ന് പറഞ്ഞതിനും, മുദ്രാവാക്യം വിളിച്ചപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പം കഴുത്തുളിക്കേനും, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നുള്ള പഴഞ്ചൊല്ല് മറന്ന് പത്തനാപുരത്ത് ചെന്ന് എരന്ന് വാങ്ങിയേനും, സ്വന്തം ഇലയിലിരുന്ന പപ്പടം അപ്പുറത്തെ ഇലയിലോട്ട് എടുത്തൊന്ന് മാറ്റി വെച്ചേനും, അന്തിച്ചർച്ചയിലിരുന്ന് മെഴുകിയതേനും, ഉദ്ഘാടനം ചെയ്തും ഇംഗ്ലീഷ് പറഞ്ഞു ക്യൂട്ട്നെസ് വാരി വിതറി ഫുട്പാത്തിൽ കയറി ഇന്ന് ട്രാഫിക് നിയന്ത്രിച്ചതിന് വരെ ഏറിപ്പോയ നാടാണിത്. സമയദോഷം അല്ലാതെന്ത് പറയാൻ. വേറെ ചിലരുണ്ട് ഏറിന്ന് ഏറിലോട്ട് പോയി സുഖിക്കുന്നവർ. ഒരു കണ്ടന്റ് തീരുമ്പോൾ തന്നെ അടുത്ത കണ്ടന്റ് കൊണ്ടുവരിക. ഏതാണ്ട് നമ്മളെ പാണ്ഡ്യമാമൻ കമുകിൽ നിന്ന് അടുത്ത കമുകിലേക്ക് ചാടി പോകൂലേ. ആദ്യത്തെ കമുകിൽ മാത്രമേ തളപ്പിട്ട് കയറുള്ളൂ, പിന്നുള്ള കമുകിലൊക്കെ ചാടുകയാണ് ചെയ്യണത്. ഏതാണ്ട് കബീഷിനെ ഓർമ്മിപ്പിക്കും വിധം. ഇവരൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു കണ്ടന്റ് തീർന്നു എന്ന് വിചാരിക്കുമ്പോൾ അടുത്ത കണ്ടന്റ് കൊണ്ടുവരും. ചുമ്മാ വീട്ടിലിരിക്കണവരെ കുത്തി ഇളക്കി വിടുക. ഒന്നുമില്ലെങ്കിൽ 2 സിനിമ കണ്ടിട്ട് വായി തോന്നി ഇംഗ്ലീഷൊക്കെ അങ്ങ് വിളിച്ചു പറയുക. ഒന്നും കിട്ടിയില്ലെങ്കിൽ 90 വയസ്സായ വീട്ടിലിരിക്കണ അമ്മൂമ്മയെ പിടിച്ച് പൾസറിൽ ഇരുത്തിയിട്ട് കയറ്റി അങ്ങ് വിടുക. ഇവരൊക്കെ ഞാൻ എൻ്റെ കരുത്ത് തെളിയിച്ചു. ഇത്രയും നേരം നമ്മൾ ഒരുപാട് ട്രോളിനെ കളിയാക്കിയല്ലേ. സത്യം പറഞ്ഞാൽ ഏറി പോവാന്ന് പറഞ്ഞാൽ ഒരു വിനോദം തന്നെയാണ്.
ഒരാളൊന്ന് വീഴുകയോ അയാൾക്ക് അബദ്ധം പറ്റുകയോ ചെയ്താൽ അത് വീഡിയോ പിടിച്ചിട്ട് കണ്ട് നമ്മൾ രസിക്കാറുണ്ട്. പക്ഷേ ആ അബദ്ധം പറ്റിയ ആൾക്ക് ഒരു വീട്ടുകാരുണ്ട്. നമ്മളുടെ ട്രോള് കണ്ട് അവർക്ക് ചിലപ്പോൾ വേദനിക്കുന്നുണ്ടാവും. നമ്മളുടെ ഇന്നത്തെ ജോക്കർ അവരുടെ അച്ഛനോ അമ്മയോ മകനോ മകളോ ഒക്കെയാണ്. ഭൂമിയിൽ ചങ്കറപ്പോടെ കാല് ചവിട്ടി നിൽക്കുന്നവനാണ് യഥാർത്ഥ ഹീറോ. പക്ഷെ അങ്ങനെ ചവിട്ടി നിൽക്കുന്നവനെ ഏറിലാക്കാതിരിക്കുന്നവനാണ് ഏറ്റവും വലിയ ഹീറോ. ഏറി പോവാൻ ഇഷ്ടമുള്ളവരൊക്കെ അങ്ങ് തന്നെ പോട്ടെ, നമ്മൾ കാരണം ആവണ്ട അല്ലേ. താങ്ക് യു.